അവരുടെ അച്ഛനുடைய പരാതിയിൽ മധ്യപ്രദേശിൽ ഒരു കിഡ്നാപ്പിംഗ് കേസ് എടുത്തിട്ടുണ്ട്. അതിനുடைய അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മധ്യപ്രദേശ് പോലീസ് നമുക്കിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഹൈക്കോടതിയുടെ ഓർഡറും ഇതാണ് സ്റ്റേറ്റസ്. അത് 20-ാം തീയതി വരെ ഏതെങ്കിലും ഫോഴ്സിബിൾ ആക്ഷൻ എടുക്കാം. ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ടതിൻ്റെ കാര്യം നമ്മൾ അവർക്ക് അറിയിച്ചു. അത്രയേ ഉള്ളൂ നമ്മളുടേത്. അത് നമുക്കറിയില്ല. ഏതെങ്കിലും അവരുടെ അന്വേഷണ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്രോച്ച് ചെയ്ത് നമ്മളുടെ ഹൈക്കോടതിയുടെ ഏത് സ്റ്റേറ്റസ് നമുക്ക് അവർ പറഞ്ഞതേ ഉള്ളൂ. അല്ല, അങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ പ്രൊട്ടക്ഷനൊക്കെയായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ടും ഇമെയിൽ മുഖാന്തരം പലതരപ്പെട്ട ഓഫീസറുകൾക്കും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തൊട്ട് എല്ലാവർക്കും ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. ആൾറെഡി കോടതി ഈ മാറ്റർ സീസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ നമുക്കിതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. അല്ല, ഒരു സേനാംഗന രീതിയിൽ മറ്റു സേന അപ്രോച്ച് ചെയ്താൽ ലീഗലായിട്ട് എന്തൊക്കെ അസിസ്റ്റൻസ് കൊടുക്കാനുണ്ടോ അത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിവിടെ മധ്യപ്രദേശിന് ഏതെങ്കിലും അന്വേഷണമായിട്ടും അവരുടെ അന്വേഷണത്തിൽ കൂടെ കൊടുക്കും. ആ രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ പ്രൊഫഷണൽ റിക്വയർമെൻ്റ് ആണ്. അവർക്ക് ലീഗൽ ജുറിസ്ഡിക്ഷൻ അവരുടെ കേസ് അന്വേഷണയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളോട് ഒരു സേനാംഗങ്ങളുടെ രീതിയിൽ നമുക്ക് അവരോടുള്ള അസിസ്റ്റൻസ് കൊടുക്കാനും പറ്റും. ലഹരി പാർട്ടിയിൽ ലഹരി വിതരണം ചെയ്ത ആളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അന്ന് പിടിയിലായ ആളുകളടക്കം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ? അല്ല, അത് ആ കേസ് മറ്റേ ഒരു സ്റ്റാർ ഹോട്ടലിൽ നടന്ന പാർട്ടി മറ്റേ ഈവനിങ് ഒരു ഫസ്റ്റ് ഷിപ്പിൽ നടന്ന പാർട്ടി കളഞ്ഞിട്ട് പിന്നെ അവർ ഒരു ഹോട്ടലിൽ പോയി മുറിയെടുത്ത് പിന്നെ റേവ് പാർട്ടി നടത്തുന്നതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയ രീതിയിലാണ് നമ്മൾ അന്ന് സെർച്ച് ചെയ്ത് കുറേ ആൾക്കാർ ഒരു 2-3 സ്ത്രീ അടക്കമാണ് ഹൈ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ പിടിച്ചത്. പിന്നെ ആ സമയം അവരുടെ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ അവരുടെ ഭാഗത്തിൽ മൾട്ടിപ്പിളായിട്ടുള്ള ഒരു ഡ്രഗ്സ് ഉണ്ടായിരുന്നു. അത് സോഴ്സ് എന്താണ് നമുക്ക് വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഏകദേശം 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് സോഴ്സ് വരെ എത്താൻ പറ്റിയിട്ടുള്ളത്. അവരിപ്പം നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അതിനിടെ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അത് അന്വേഷണം നമുക്ക് മുൻകൂട്ടി പോവാം. പറ്റിയ അല്ല, അത് നമുക്ക് വരக்கூடிய രേഖകൾ അനുസരിച്ച് പിന്നെ വിളിക്കേണ്ടി വരെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം. അത് ഒരു കോർട്ടിൻ്റെ ബെയിൽ ഓർഡർ കണ്ടീഷനുമാണ്. അവർ അന്വേഷണത്തിലൂടെ ഏതൊക്കെ ആവശ്യം വിളിക്കുമ്പോൾ ഇതൊക്കെ വരണം. അവർ കോപ്പറേറ്റ് ചെയ്യും. ഇതിനാണെന്നുള്ള വിശ്വാസം. അല്ല, അന്വേഷണ ഭാഗമായിട്ടുള്ളത് നമുക്ക് കൂടുതൽ ഇവിടെ പറയാനില്ല. ഏതെങ്കിലും അത് അന്വേഷണത്തിൽ ബാധിക്കും. ഇപ്പം അത് അവരൊക്കെ ഇഷ്യൂ ബന്ധമായിട്ട് അവർക്ക് അറിവുണ്ടോ ബാക്കി ഇതിനോട് ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചോദിച്ചതേ ഉള്ളൂ. നിലവിൽ അവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പം നിലവിൽ കൂടുതൽ പറയാനുള്ള അതിൽ അത് അവരുടെ ഇൻറ്റേർണൽ ഭാഗമാണ്. അത് റെഗുലേഷൻ അവർ ഉണ്ടോ ഇല്ലയോ എന്നത് വേറെ. ആ രീതിയിൽ നമുക്ക് പോയിട്ടില്ല. നമുക്ക് ആ സീൻ ഓഫ് ക്രൈമിലുള്ള ആൾക്കാരും അത് ബന്ധമായിട്ട് അറിവുള്ള ആൾക്കാർ അവരുടെ വ്യൂസും പിന്നെ അവരെന്താ കണ്ടിട്ടുണ്ട് അതിനുடைய ഭാഗമായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്. നമുക്ക് നിയമം തന്നെ 60 ഡേയ്സ് 90 ഡേയ്സ് ഉണ്ട്. ഇതിനോട് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു പ്രയോറിറ്റി ആയിട്ട് ഒരു SIT ഉണ്ട്. അതിനുடைய ഭാഗമായിട്ട് പ്രയോറിറ്റി നമ്മൾ ഇത് ചെയ്തത്. പിന്നെ അത് ഞാൻ കമൻറ്റ് ചെയ്യാനില്ല. ഐ ഡോണ്ട് വാണ്ട് ടു കമൻറ്റ്. താങ്ക് യു.